ഇപ്പം സർക്കാർ ചെയ്യേണ്ട പണിയല്ല സർക്കാർ ചെയ്യുന്നത്. സർക്കാരിനെ കൊണ്ട് ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല. നല്ല പ്രൈം ക്ലയൻസ് വരുമ്പോൾ നമുക്ക് ഓരോരുത്തരും പേര് പറയാൻ മേലാത്തതുകൊണ്ടാണ്. ഇവർ ആവശ്യപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്നാന്ന് പറയൂ, സത്യം പറഞ്ഞ ഒരാഴ്ച നമുക്ക് അവിടുന്ന് പോരാൻ തോന്നിയില്ല. ഇറ്റലിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഐലൻഡാണ് കാപ്രി ഐലൻഡ്. അപ്പോൾ കാപ്രി ഐലൻഡിൽ കൂടെ നമ്മൾ ഇപ്പോൾ ഒരാഴ്ച കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്ത് നോക്കിയേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റുള്ള സ്ഥലം കേരളം. കേരളത്തിൽ നല്ല നല്ല നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല വണ്ടികളുണ്ടോ? KSRTCയുടെ കാര്യം നമ്മൾ ഇതിനകത്ത് പറയണ്ട. നമുക്ക് നല്ല ടൂറിസ്റ്റ് ബസ് ഉണ്ട്. ഇതിൻ്റെ ടാക്സ് എവിടെയാണ് കൊണ്ട് വെച്ചിരിക്കുന്നതെന്നറിയോ? ഒരാഴ്ച അപ്പുറത്ത് കയറിയപ്പോൾ ഒരു 4-5 വരയാടുകൾ തന്നു. ഇത് കാണിച്ചേച്ച് ഒരു മണിക്കൂർ അവിടുന്ന്. ഇത് എന്ത് ടൂറിസാ? വല്ല സായിപ്പാണ് തെറി വിളിക്കും. നമസ്കാരം. നമസ്കാരം ജോഷിയേട്ടാ, നമ്മുടെ ടൂറിസം രംഗത്ത് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് വർക്കലയിൽ ആരംഭിച്ച ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കഴിഞ്ഞ ദിവസം തകരുകയും കുറെ ആൾക്കാര്, ഭാഗ്യത്തിന് ആർക്കും അപായം സംഭവിച്ചില്ലെങ്കിൽ അപായം സംഭവിച്ചില്ല പോലും ഗുരുതരമായി പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തു. ഇത് കേരളത്തിലെ ടൂറിസം രംഗത്തിനുണ്ടാകുന്ന തിരിച്ചടി എത്രത്തോളായിരിക്കും? പക്ഷേ ഇത് ആദ്യത്തെ സംഭവമല്ല. ഇതിനു മുമ്പും തലശ്ശേരി സൈഡിൽ എവിടെയോ, ഇപ്പം കൃത്യം എനിക്കറിയത്തില്ല, എവിടെയോ ഒരു ഇതുപോലത്തെ ഒരു ബ്രിഡ്ജ് തകർന്നിട്ടുണ്ട് ഇതിനു മുമ്പ്. ഇപ്പം ഇതിനകത്ത് ചാവക്കാട് എവിടെയാണെന്ന് ഞാൻ കൃത്യം ഓർക്കുന്നില്ല. അപ്പം ഇതിപ്പോൾ രണ്ടാമത്തെ സംഭവം. ഇപ്പം ഇത് ഒരിക്കലൊരു അബദ്ധം പറ്റി, അത് നമുക്ക് ശരിയാക്കാനായിരുന്നെങ്കിൽ രണ്ടാമത് ശരിയാക്കണം. അതേ അബദ്ധം വീണ്ടും പറ്റുന്നു. ഇപ്പം ഈ അവിടെയും പരിക്ക് പറ്റിയ ആൾക്കാർക്ക് ഇവിടെ 2 പേരുടെ നില ഗുരുതരം, 15 പേര് ഉള്ള ആശുപത്രിയിൽ 2 പേരുടെ നില ഗുരുതരം. ഇനി രാജേഷ് തന്നെ ആലോചിച്ച് നോക്കി, രാജേഷ് ഭാര്യയും 2 പിള്ളേരായിട്ട് എവിടെയെങ്കിലും പോയാൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറുമോ? ഞാൻ കയറിയില്ല. ഈ അഡ്വഞ്ചർ ടൂറിസത്തിന്റെ അന്ത്യമാണ് യഥാർത്ഥത്തിൽ. അതാ ഞാൻ പറഞ്ഞത്. ഒന്നത്. രണ്ടാമത് ഇപ്പം വേറൊരു സംഭവം വരുന്നുണ്ടോ? ഇപ്പം തന്നെ ഈ 2020 കഴിഞ്ഞ ദിവസം ഞാനൊരു സോഷ്യൽ മീഡിയയിലൊരു പോസ്റ്റ് കണ്ടു. വാഗമണിലെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ പടം കൊടുത്തിരിക്കുന്നത്. ഇത് 2020 ചെയ്താണോ എന്ന് അറിയത്തില്ല, ഞാൻ കണ്ടത് അങ്ങനെയാണ്. അതായത് എന്ത് വിശ്വസിച്ച് ഇതാ കയറും യുവന്മാരുടെ അഴിമതി കാരണം. അപ്പം ഇപ്പം വാഗമണിനെ സംബന്ധിച്ച് ശനിയും ഞായറും അവിടെ വണ്ടിക്ക് തിരിയാൻ പോലും മേലാത്ത ഒരാളാണ്. ഈ അഡ്വഞ്ചർ പാർക്കുണ്ടല്ലോ വാഗമണിലെ, ഞാനവിടെ പോയിട്ട് സത്യത്തിൽ ഒരു കേരളത്തിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തുമാത്രമൊക്കെ നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അത്രയും ഭംഗിയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കുറ്റവും പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഇമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പം ആൾക്കാർക്ക് അതൊക്കെ ഞാൻ പേടിയാവും. 250 രൂപയുള്ള ചില ദിവസങ്ങളിലൂടെ ടിക്കറ്റ് കിട്ടാൻ പാടാ. ഇപ്പം ഇവിടെ 2 പേര് അപകടം പറ്റി കിടക്കുന്നു. ചാവക്കാട് ഇതുപോലെ സംഭവിച്ചു. ഇതിനു മുമ്പ് അവിടെ ഒരു ബോട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ നിരന്തരമായിട്ട് അപകടം ഉണ്ടായാൽ ആര് വിശ്വസിച്ചത് കയറും? ഈ തേക്കടി ബോട്ട് അപകടവുമായി ബന്ധപ്പെട്ടിട്ട് കുറെ മരണം സംഭവിക്കുകയും എത്ര പേര് മരിച്ചു. മരണം സംഭവിച്ചതിന് ശേഷം ഉണ്ടായി പറഞ്ഞു കേരളത്തിലെ ആളുകൾക്ക് ഈ ബോട്ടിൽ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു, ഭയമായിരുന്നു. പിന്നീട് അത് എങ്ങനെയോ മാറ്റി കിട്ടിയതാണ്. കാരണം സർക്കാർ യഥാർത്ഥത്തിൽ എന്തെങ്കിലും ഒരു അപകടം നടന്നതിന് ശേഷം മാത്രമാണ് ടൂറിസ്റ്റുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ചില നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. തലതിരിഞ്ഞ പരിപാടിയാണ്. ഇപ്പം ജോഷി ചേട്ടൻ തന്നെ യൂറോപ്പില് വിവിധ രാജ്യങ്ങളിലൂടെ യാത്ര ചെയ്യുകയും ഇത്തരം ടൂറിസ്റ്റ് പ്ലേസുകളിലൂടെ പോവുകയും ഇത്തരം അഡ്വഞ്ചർ ടൂറിസങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. നിരവധിയായ രാജ്യങ്ങളിൽ അവിടെയൊന്നും സംഭവിക്കാത്ത ദുരന്തങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതെ ഡാഷേ, അതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം സർക്കാർ ചെയ്യേണ്ട പണിയല്ല സർക്കാർ ചെയ്യുന്നത്. സർക്കാരിനെ കൊണ്ട് ഒരു കാര്യം വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റുകയില്ല. എന്നാൽ ഇത് പ്രൈവറ്റ് സെക്ടറിൽ ഒരാൾക്ക് ഇത് കൊടുക്കുകയില്ല. കൊടുത്താൽ അവരെ കൊണ്ട് ഇത് നേരം ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയും കൊടുക്കുകയില്ല. ഇപ്പം സർക്കാർ ചെയ്യേണ്ട പണിയാണോ? ഈ ടൂറിസത്തിലൊന്നും സർക്കാർ നേരിട്ട് കയറി സർക്കാർ ചെയ്യേണ്ടത് എന്നതാ? അതിൻ്റെ കംപ്ലീറ്റ് റോഡുകൾ ഉണ്ടാക്കി കൊടുക്കുക, നല്ല റോഡുകളുടെ സൈഡുകളിൽ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കുക, ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക, അത് ഇതിൻ്റെ ഓവറായിട്ടുള്ള കാര്യങ്ങൾ, സൗകര്യങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുക, അടിസ്ഥാന സൗകര്യങ്ങൾ നോക്കുക. എന്നിട്ട് ഇത് പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കുക. അപ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ KSRTC, ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് KSRTC ഇടയ്ക്കൊക്കെ ടൂർ നടത്തുന്നു. ഈ സത്യത്തിൽ അതുപോലും എപ്പോഴാണ് തീ പിടിക്കണമെന്ന് അറിയത്തില്ല KSRTC വണ്ടി. അപ്പം അതുപോലും അവരൊന്നും ചെയ്യേണ്ട കാര്യങ്ങളല്ല. ഇപ്പം ഈ ടൂറിസം തന്നെ ഇപ്പം സ്വിറ്റ്സർലൻഡിലുണ്ട്. ഇപ്പം സ്വിറ്റ്സർലൻഡ് കേബിൾ കാർ നമ്മൾ മുകളിലൂടെ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ജുങ്ഫ്രാങ് 220 സ്വിസ് ഫ്രാങ്കാണ്. ഏതാണ്ട് ഒരു 27,000 രൂപ വരും. അവിടെ കയറുന്നത് 90% ഇന്ത്യക്കാരാണ്. മൗണ്ട് ഇറ്റ്ലീസിലുണ്ട്, അതും ഈ ഏതാണ്ട് 115 സ്വിസ് ഫ്രാങ്കാണ്. 115 സ്വിസ് ഫ്രാങ്ക് എന്ന് 14,000 രൂപ വരും. അവിടെ കയറുന്നതും മുഴുവൻ അവിടുത്തെ കയറാം. പിന്നെ അവിടെയൊന്നും എൻ്റെ ഓർമ്മയിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതായിട്ടൊന്നും അറിയത്തില്ല. കാരണം അത്ര സെക്യൂരിറ്റിയിൽ അത് ചെയ്യുന്നത്.
ഈ ഇറ്റലി തന്നെ കഴിഞ്ഞ വർഷം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. അത് അട്ടിമറിയായിരുന്നെന്നും പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ഒരു വന്നാൽ തന്നെ ചിന്തിക്കാൻ മേലാത്ത, അതിനൊരു റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളുണ്ട്, അത് ഏറ്റെടുക്കാൻ ആളുണ്ട്, അതിന് ക്ലെയിം കൊടുക്കാനായിട്ട് നഷ്ടപരിഹാരം കൊടുക്കാനും ആളുണ്ട്. ഇത് നമ്മുടെ ഇവിടെ വരുമ്പോൾ അത് അങ്ങോട്ട് തട്ടും, നിന്റെ ഡിപ്പാർട്ട്മെന്റ്, ഇത് കരാറുകാരൻ്റെ, കരാറുകാരൻ സർക്കാരിൻ്റെ എന്ന് പറയും, മറ്റവൻ അത് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയും. ഇത് തന്തയില്ല ഈ സംഭവത്തിന്. പറഞ്ഞു മനസ്സിലായോ? ഈ കൊട്ടി ഘോഷിച്ച് ഇത് ഉദ്ഘാടനം ചെയ്യുമ്പം പടയിടാൻ അപ്പന്മാരുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയാൽ ഇതിന് അപ്പനില്ല. ഇവൻ ഇവിടുന്ന് അങ്ങോട്ട് തള്ളിവിടും, അവൻ അവിടുന്ന് ഇങ്ങോട്ട് തള്ളിവിടും, ഇവൻ ഇവിടുന്ന് ഇങ്ങോട്ട് തള്ളിവിടും. ഇത് ഏക്കാൻ ആളുമില്ല. ഈ പരിക്ക് പറ്റിയവന്, സത്യത്തിൽ ഒരു പരിക്ക് പറ്റിയ ഒരാൾ ജീവിതത്തിലോട്ട് തിരിച്ചു വരണ ഇന്നത്തെ കേരളത്തിലെ സ്ഥിതിക്ക് എത്ര ലക്ഷം രൂപ? ഇതാര് കൊടുക്കും? ആർക്കാ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി? ഇൻഷുറൻസും സംവിധാനം ഉണ്ടോ? ഇതൊക്കെ ആരാ ഗവൺമെന്റിലാണ് നോക്കുന്നത്? മറ്റ് രാജ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളൊരു ഷട്ടിൽ ടൂർണമെന്റ്, ഒരു ഷട്ടിൽ കോർട്ടിൽ കളിക്കാൻ പോകണമെങ്കിൽ നമ്മൾ ഇത്ര രൂപ പേ ചെയ്യണം. എന്തിനാണെന്നറിയോ? ഇൻഷുറൻസ്. നമ്മൾ ചുമ്മാ ഒന്ന് തെന്നി വീണാൽ പോലും നമുക്ക് ഇൻഷുറൻസ് കിട്ടും. ഇൻഷുറൻസ് ഇല്ലാത്തവനോട് കളിപ്പിക്കുകയില്ല. അപ്പം ഇത് മനുഷ്യൻ്റെ ജീവന് യാതൊരു വിലയില്ലെന്ന് പറഞ്ഞാൽ യാതൊരു വിലയില്ല എന്ന്, സാധാരണക്കാരനും വിലയില്ല, ഗവൺമെൻറ് മനുഷ്യരുടെ വിലയ്ക്ക് ജീവന് ഒരു വിലയും കൽപ്പിക്കുന്നുള്ളതാണ്. ഇതുകൊണ്ട് സംഭവിക്കുന്നത് എന്നാണെന്നറിയോ? ഈ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ന്യൂസുകൾ പണ്ടത്തെ പോലെയല്ല. പണ്ട് 4 പത്രക്കാർ മുക്കിയാൽ ഇത് മുങ്ങിപ്പോവും. ഇപ്പം അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ ആയിക്കൂടെ ഇതൊന്ന് പോകുന്നതുകൊണ്ട് ലോകം മുഴുവൻ ഇത് പോകും. ലോകം മുഴുവൻ പോകുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇത് പേടിയാവും. ആൾക്കാർ ഇനി ഇത് കയറിയല്ല, ആൾക്കാർ ഇങ്ങോട്ട് വരികയില്ല. ഇങ്ങനെ ഒരു 4-5 ആക്സിഡന്റ് ഉണ്ടായ കേരളത്തിൻ്റെ ടൂറിസം, ഈ അഡ്വഞ്ചർ ടൂറിസം എന്നൊന്നും നമ്മൾ പറയണ്ട, ഏതാണ്ട് മൊത്തം ടൂറിസത്തിൻ്റെ കാര്യത്തിൽ തന്നെ തീരുമാനമാവും. ഇപ്പൊ ടൂറിസം വളരെ മോശമാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മളൊരു 10-20 വർഷം മുന്നേ ഒക്കെ കൊച്ചിയിൽ നമ്മളെപ്പോ പോയാലും ഒരുപാട് ഇംഗ്ലീഷുകാരുടെ ഗ്രൂപ്പുകൾ വന്നിരുന്നു. ഇംഗ്ലീഷുകാരെന്നല്ല, വെള്ളക്കാര് ഇഷ്ടംപോലെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ആയാലും ആലപ്പുഴയിലായാലും കുമരകത്തായാലും ശരി, നമ്മള് മൂന്നാറിലായാലും ശരി. ഇപ്പം യഥാർത്ഥത്തിൽ വെള്ളക്കാരായ ഈ വിനോദസഞ്ചാരികളുടെ എണ്ണം കുറഞ്ഞ് ഇപ്പം ഈ ഹോട്ടലുകാർ തന്നെ പറയുന്നത് വിരലിലെണ്ണാവുന്ന ആളുകളെ വരുന്നുള്ളൂ എന്നാണ്. രാജ, അതിന്റെ കാരണം എന്നാന്ന് രാജ അറിയോ? അതിന്റെ കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് ആനയും, നമ്മുടെ ഇതിനു മുമ്പത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആനയും കുതിരയും തേയിലയും കാണാൻ കേരളത്തിൽ പറഞ്ഞായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം ശ്രീലങ്ക ഓപ്പണായി, തായ്ലൻഡ്, അതുപോലുള്ള വേറെ രാജ്യങ്ങളിലോട്ട് മുഴുവൻ. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൂർ ഓപ്പറേറ്റർ ഒരു ടൂർ ഇടുന്നു, അതിനോട് ആൾക്കാർ ഫോളോ ചെയ്യുന്നു, ആൾക്കാർ വരുന്നു. ഇപ്പം അങ്ങനെയല്ല. നമ്മുടെ ഈ ഇരിക്കുന്ന സാധനത്തിനകത്തോട്ട് നോക്കിയാൽ ലോകത്തിലെവിടെയാണ് ഈ എല്ലാ സ്ഥലം. ഇപ്പം ഇവിടെ തേയില ആനയും ഉണ്ട്. അവർ നോക്കുമ്പോൾ നമുക്ക് ഒരു 10 ദിവസത്തേക്ക് വരുമ്പോഴത്തേക്ക് ഒരാൾക്ക് ഒരു 2500 യൂറോ. ഉടനെ അവരിങ്ങനെ താഴത്തോട്ട് സ്ക്രോൾ ചെയ്ത് താഴത്തോട്ട് പോയിച്ച് നോക്കുമ്പോൾ ഇത് തന്നെ ശ്രീലങ്ക 1300 യൂറോ. മനസ്സിലായോ? അതിന് താഴെ വേറെ തായ്ലൻഡ് നോക്കുന്നു. അവിടെ നോക്കുമ്പോൾ അതിന് വേറൊരു പ്രൈസ്. അപ്പോൾ അവർ നോക്കും, ഹോട്ടലിൻ്റെ റേറ്റിംഗ് നോക്കും, ഇതിൻ്റെ ഇതെല്ലാം നോക്കിയിട്ട് പണ്ടത്തെ പോലെയല്ല രാജേഷേ. നമ്മൾ പണ്ടത്തെ കാര്യമൊന്നുമല്ല. 3 മിനിറ്റ് കൊണ്ട് അവർ, അല്ല 5 മിനിറ്റ് കൊണ്ട് അവർ ഇതിനകത്തോട്ട് നോക്കിയാൽ എവിടെയാണ് ഏറ്റവും കോസ്റ്റ് കുറവ്, എവിടെയാണ് ഏറ്റവും റേറ്റിംഗ് ഉള്ള ഹോട്ടൽ, എവിടെയാണ് ഏറ്റവും നല്ല വണ്ടികൾ കിട്ടുന്നത്, ഇതെല്ലാം നോക്കിയിട്ട് അവർ തിരഞ്ഞെടുക്കുമ്പോൾ ആ ലിസ്റ്റ് നമ്മൾ പിടിയല്ല. പക്ഷേ ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ഈ മന്ത്രി പറയുന്ന ഒരു ഭയങ്കര സംഭവമുണ്ട്. മന്ത്രി ഇപ്പൊ ഇവിടെ എല്ലാ മന്ത്രിമാരും പറയുന്നുണ്ട്, ഇത്രയും സ്റ്റാർ ഹോട്ടലുകൾ ഉള്ള ഒരു സ്റ്റേറ്റ് ഇല്ല എന്നുള്ള. രാജേഷ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാനും മറുപടി. രാജേഷ്, ഇത് വെറും പൊട്ടന്മാരാ. എന്തുകൊണ്ടെന്നറിയോ? ഇപ്പം ഞാൻ ഒരു വർഷം 1000 ക്ലയൻസ്, എൻ്റെ പ്രൈം ക്ലയൻസാണ് വരുന്നതെന്ന് വെച്ചാൽ, നല്ല പ്രൈം ക്ലയൻസ് വരുമ്പോൾ നമുക്ക് ഓരോരുത്തരും പേര് പറയാൻ മേലാത്തതുകൊണ്ടാണ്. ഇവർ ആവശ്യപ്പെടുന്ന ഏറ്റവും ആദ്യത്തെ കാര്യം എന്നാണെന്നറിയോ? ഞങ്ങൾക്ക് സ്റ്റാർ ഹോട്ടൽ വേണ്ട, ഞങ്ങൾക്ക് കൺട്രി സൈഡ് താമസിക്കണം. കൺട്രി സൈഡ് താമസിക്കണം. ഇപ്പം രാജേഷ് ഒരു കാര്യം ചോദിക്കട്ടെ. രാജേഷ് ഇപ്പം ബോംബെക്ക് പോയി, ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു, കൊച്ചിയിലൊരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു, ദുബായിലൊരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു, ഇനി പാരീസിൽ വന്നൊരു സ്റ്റാർ ഹോട്ടലിൽ താമസിച്ചു. ഈ 4 സ്റ്റാർ ഹോട്ടലിൽ റേറ്റിങ്ങിനുള്ള വ്യത്യാസമല്ല, ഒറ്റ ഫീലല്ലേ. കയറി ചെല്ലുമ്പോൾ ഉള്ള സലോണയ്ക്ക് എന്നാ പറയുന്ന ഹാള്, അത് കഴിഞ്ഞ് നമ്മുടെ ലിഫ്റ്റ്, അത് കഴിഞ്ഞ് നമ്മുടെ റൂം, ഇതെല്ലാം റൂമൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഇതെല്ലാം സെയിം അല്ലേ, ഒരു വ്യത്യാസമില്ല. പക്ഷേ തലയ്ക്ക് വെളിവെള്ളം ചിന്തിക്കുന്നത് നമുക്ക് നാടറിയാം. നമ്മൾ എന്തിനാ ഒരു രാജ്യത്ത് പോകുന്നത്? ആ നാടിനെ കണ്ടറിയാൻ. നമ്മളിപ്പോൾ ഫ്രാൻസിൽ പോവാ, കണ്ടറിയാനും തൊട്ടറിയാനോ. അപ്പം നമ്മൾ ഫ്രാൻസിൽ പോവാ. ഫ്രാൻസിൽ പോകുമ്പോൾ ആൾക്കാർ നമ്മൾ പറഞ്ഞു, ജോഷി നമുക്ക് ടൗൺ വിട്ട് വേണം കേട്ടോ താമസിക്കാൻ. ഓക്കെ, അപ്പം നമ്മളൊരു പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു കൺട്രി സൈഡിലായിരിക്കും താമസിക്കുന്നത്. അപ്പോൾ പുറത്തുനിന്ന് ഒരു കാണുമ്പോൾ, ജോഷി അതെങ്ങനെയുണ്ട്? നമ്മളൊന്ന് ധൈര്യമായിട്ട് പോകും. അകത്തോട്ട് കയറുമ്പോൾ ഒരു ഈ യൂറോപ്പിലെ വീടുണ്ടല്ലോ, പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇപ്പം കല്ല് താഴെ പോകും എന്ന് വിചാരിക്കും. പക്ഷെ അവർ ആ പുറം പെയിന്റ് അടിക്കുകയില്ല. ശ്രദ്ധിക്കുക, അകത്തോട്ട് കയറിയ അപ്പം അകത്ത് കയറി കഴിയുമ്പോൾ ഇവർ പറയുന്നതെന്നറിയും, ജോഷി നമുക്ക് 2-3 ദിവസം ഇവിടെ നിൽക്കാൻ വല്ല മാർഗമുണ്ടോ? ഏത്? പുറത്തോട്ട് നോക്കിയാൽ നോക്കത്താത്ത ദൂരം ഇങ്ങനെ പാടം പോലത്തെ കൃഷിഭൂമി,
ഇഷ്ടം പോലെ, ഇപ്പോൾ ജർമ്മനിയിലൊക്കെ ആണെങ്കിൽ ഇഷ്ടം പോലെ പശുക്കൾ. പിന്നെ നമുക്കുണ്ടല്ലോ, സത്യം പറഞ്ഞ ഒരാഴ്ച നമുക്ക് അവിടെ നിന്ന് പോരാൻ തോന്നിയില്ല. അത് സത്യമായിട്ട് ഇപ്പം അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഞാൻ പറയാം. സ്ലൊവേനിയ, നമ്മളിപ്പം ഈ ഇറ്റലിയിൽ നിന്ന് അങ്ങോട്ട് കയറി ഒരു 110 കിലോമീറ്റർ ഇറ്റലി സ്ലൊവേനിയ ബോർഡറാണ്, ത്രിയസ്ത എന്ന് പറയും. അപ്പോൾ ത്രിയസ്തയ്ക്ക് തൊട്ട് പോകുമ്പോൾ നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് ഗൊറീച്ച വഴി നമ്മൾ സ്ലൊവേനിയ പോസ്തോജന കേവും കാസിലും സ്ലൊവേനിയ പോസങ്കാല രാജേഷനൊക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം. 25 കിലോമീറ്റർ ഉള്ള കേവാണ്. അതിനകത്തൂടെ നമ്മൾ കണ്ട വെറുതെ ഇങ്ങനെ ഇരിക്കുന്നൊരു കേവ്, അതിനകത്തൂടെ ഒരു ട്രെയിനിലാണ് നമ്മൾ കയറി പോകുന്നത്. ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ആ എൻ്റെ പൊന്നെ, അതൊക്കെ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ആ സ്ലൊവേനിയയിലോട്ട് കയറി 10 മിനിറ്റിനകം ആൾക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് സ്ഥിരം. നമുക്കൊരു 100 ക്ലയൻസ് ഉണ്ടെങ്കിൽ ഒരു 80 പേര് ചോദിച്ചേട്ടാ ഇവിടെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ. കാരണം ആ സ്ഥലത്തിൻ്റെ ആ ഒരു കാറ്റും ആ ഒരു ലാൻഡ്സ്കേപ്പും ഇത് കാണുമ്പോൾ അവർ ചോദിക്കും നമ്മളോട് ഒരു 10 സെൻറ്റ് സ്ഥലം കിട്ടാൻ മാർഗം കൊണ്ടുവന്നത്. കാരണം അവിടെ ടൂറിസം ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. അല്ലാതെ ഇറ്റലിയിൽ നിന്ന് ആ ഫ്ലാറ്റിൽ താമസിക്കുന്നതിന് ഇവിടെ വന്ന് 4 സ്റ്റാർ താമസിക്കാനല്ല അവർ വരുന്നത്. അതേസമയം അവർക്കിപ്പം എവിടെയെങ്കിലും ഒരു കൺട്രി സൈഡിൽ ഒരു കോട്ടേജ്, അവർക്ക് നല്ല യൂറോപ്യൻ സ്റ്റാൻഡേർഡുള്ള ക്ലോസറ്റ് വേണം. അവർക്ക് സെക്യൂരിറ്റി വേണം. സെക്യൂരിറ്റി ഉണ്ട്, നല്ല ഒരു ക്ലോസറ്റും ഉണ്ട്, അവരുടെ അത്യാവശ്യം അവർക്ക് വിശ്വസിക്കാവുന്ന ഫുഡുമാണ്. അവർക്ക് അതിപരം വേറൊന്നും കിട്ടാനില്ല. അവർക്ക് 4 സ്റ്റാർ ഒന്നും വേണ്ട. പിന്നെ അവരുടെ ടെമ്പറേച്ചറിന് ഇവിടെ വരുമ്പോൾ അവർക്ക് AC മസ്റ്റായിട്ടും വേണം. പക്ഷേ അങ്ങനെ കിട്ടാമെങ്കിൽ അവർ ചിലപ്പം അവർ വരുന്നത് നമ്മളെ പോലെ ടൂറിനല്ല. ടൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു സ്ഥലം കണ്ട് വിനോദസഞ്ചാരമല്ല. അല്ല, അവർ വെക്കേഷനാണ് വരുന്നത്. അവർ വെക്കേഷൻ വന്ന് ചിലപ്പോൾ 3, 4, 5 ദിവസം താമസിക്കും. അല്ല നമ്മൾ ഈ പറയുന്ന ഒരു വലിയ കെട്ടിട സമുച്ചയം സിറ്റിക്കകത്ത് പണിത് വെച്ചാലൊന്നും ടൂറിസം ഡെവലപ്പ്. ഇപ്പൊ കേരളത്തിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ യഥാർത്ഥത്തിൽ വിദേശ ടൂറിസ്റ്റുകളെ അല്ല ഇവരെ എയിം ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. വിദേശ ടൂറിസ്റ്റുകളെ നേരത്തെ എയിം ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഇപ്പൊ അത് മാറി. ഇപ്പം ജസ്റ്റ് അടുത്ത സ്റ്റേറ്റിൽ നിന്ന് വരുന്ന ആളുകളാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല. ഒരു വിദേശിനെ അത് ആകർഷിക്കുകയില്ല. കടലിൽ ചാടുന്ന വിദേശിനെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വല്ലതും ആകർഷിക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്ന് എന്നോടൊരു ആൾ പറയാൻ പറ്റില്ല, അതുകൊണ്ടാ ഒരു സെലിബ്രിറ്റി അറിയാണ്ട് സംസാരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ, നമ്മൾ നേപ്പിൾസിൽ നിന്ന് നിങ്ങൾ ബോട്ടെടുത്ത് 45 മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ കാപ്രി ഐലൻഡ് ചെല്ലും. ഇറ്റലിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഐലൻഡാണ് കാപ്രി ഐലൻഡ്. അപ്പോൾ കാപ്രി ഐലൻഡിൽ കൂടെ നമ്മൾ ഈ ബോട്ടയിലങ്ങ് ചെല്ലുമ്പോഴത്തേക്കും ഈ ബ്ലൂ ഗ്രോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കേവ്സ് ഉണ്ട്. അപ്പോൾ കേവ്സിനകത്ത് വെള്ളം എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ ക്ലിയർ വെള്ളം. അത് യൂട്യൂബിലൊക്കെ കയറി നോക്കി അറിയാം. കാപ്രി ഐലൻഡ്സ്, തൊട്ടപ്പുറത്ത് അമാൽഫി കോസ്റ്റ്. ഇത് രണ്ടും ഇൻ്റർനാഷണൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. നമ്മൾ ചെല്ലുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇറ്റാലിയൻസ് ബോട്ടിൽ നിന്ന് കടലിലോട്ട് എടുത്ത് ചാടും. ഇറ്റാലിയൻസ് അല്ല ഇതിലുള്ളവർ. നമ്മൾ ചാടി ചത്തുപോയല്ലേ. നമുക്ക് അങ്ങനെ ഒരു നമുക്കറിയാമോ? നമുക്ക് കടലിൽ നീന്താൻ അറിയാമോ? ഇപ്പം രാഹുൽ ഗാന്ധി കടലിൽ ചാടി എന്ന് പറഞ്ഞു. ആ പുള്ളിയെ പകുതി ഇറ്റാലിയനാ. അവർ കടലിൽ നീന്തും. അവർ മണിക്കൂറുകൾ കടലിൽ നീന്തും. നമ്മളെ കൊണ്ട് നീന്താൻ പറ്റുമോ? ഈ ബ്ലൂ ഗ്രോത്തൊക്കെ ആസ്വദിക്കണേ അതിനകത്ത് ചാടി നീന്തണം. നമ്മൾ നല്ല ഒരു 50 പേര് 100 പേരെ ഈ കടലിൽ കിടക്കുന്നത്, ഈ വെള്ളത്തിൽ. നമ്മളെ കൊണ്ട് പറ്റും. അപ്പൊ അവരെ ഒറ്റ മിനിറ്റ്, അവരെ പോലെയുള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കാണിച്ചാൽ അവർക്ക് ഇത് വല്ലതും. അത് മാത്രല്ല, ഇപ്പൊ കേരളത്തിലെ അവസ്ഥ നോക്കുക. അത് പുഴയായാലും ശരി, തടാകമായാലും ശരി, കടലായാലും ശരി, വളരെ പൊല്യൂട്ടഡ് ആണ്. വളരെ ഹൈലി പൊല്യൂട്ടഡ് ആയ ഒരു സ്ഥലത്ത് എങ്ങനെയാണ് ആളുകളെ ഇറങ്ങിയാ ചൊറിഞ്ഞിട്ട് പിന്നെ അവർക്ക് തിരിച്ചു പോകാൻ പറ്റും. അപ്പൊ ഇങ്ങനത്തെ കുറെ വിഷയങ്ങളുണ്ട്. പിന്നെ വേറെ കാര്യമാണ് നമ്മുടെ പ്രൈസ് ആണ്. നമുക്ക് വിദേശികളെ ഏറ്റവും കൂടുതൽ പാരീസിലെ ഒരു ഹോട്ടലിന്റെ റേറ്റ് ആണ് നമ്മുടെ ഇവിടെ ഒരു നല്ല ഹോട്ടലിന്. അതാണ് ഇന്റർനാഷണൽ ലെവലിൽ എത്തിക്കുന്നത്. ഇന്റർനാഷണൽ ലെവലിൽ കാരണം വെച്ചാൽ പാരീസിൽ നമ്മളൊരു ഹോട്ടൽ എടുക്കുന്ന റേറ്റിലാണെങ്കിൽ ഇവിടെ ഒരു ഹോട്ടൽ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം അവർ നോക്കുമ്പം ചീപ്പ് ടൂറിസം ഇതേ സെയിം ക്വാളിറ്റി എവിടെ കിട്ടും, അവിടെ കിട്ടും. അതുകൊണ്ട് അവരങ്ങോട്ട് പോകും. അത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ റേറ്റ് കുറഞ്ഞ് താഴാൻ പറ്റാതെ? 500 രൂപയ്ക്ക് പണിയെടുക്കാൻ തയ്യാറായിട്ട് വരുന്ന ബംഗാളിയെ പിടിച്ച് നമ്മൾ യൂണിയനിൽ ചേർത്ത് വെച്ച് നീ നാളെ വരെ 900 കൊടുത്ത് മേടിച്ചോണെന്ന് പറയും. അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടും. 1 രൂപയ്ക്ക് നമുക്ക് വിൽക്കാൻ പറ്റുന്ന സാധനത്തിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ, പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിലെ നമ്മുടെ പണിക്കാരുടെ കൂലി എല്ലാ റേറ്റും കൂടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കോസ്റ്റ് കൂടും. അപ്പോൾ ആ കോസ്റ്റ് അനുസരിച്ച് നമുക്കിത് വിൽക്കാൻ പറ്റുന്നുള്ളൂ. ഇപ്പം രാജേഷേ, കേരളത്തിൽ നിന്ന് നമ്മൾ പുറത്ത് നോക്കിയേ, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റുള്ള സ്ഥലം കേരളമാണ്. പിന്നെ നമ്മൾ എങ്ങനെ കോമ്പറ്റ് ചെയ്യും? അതുകൊണ്ട് ലിവിങ് എക്സ്പെൻസ് കൂടുമ്പോൾ നമ്മൾ എങ്ങനെ കോമ്പറ്റ് ചെയ്യും? നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ 100 രൂപയ്ക്ക് നമുക്ക് ചിലപ്പോൾ 3 നേരം ആഹാരം കഴിക്കാൻ പറ്റും. ഇവിടെ പറ്റുമോ? ഇവിടെ 500 രൂപ വേണം. 500 രൂപ മിനിമം വേണം. അപ്പോൾ അത് ഒരു ടൂർ ഓപ്പറേറ്റർക്ക് ഇപ്പം ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്നൊന്നുമില്ലല്ലോ. ആളിനെ കൊണ്ടുവരണം, അവൻ്റെ ബിസിനസ്സും നടക്കണം. അത് സത്യസന്ധമാണല്ലോ. ഇപ്പം കേരളത്തിലോട്ടൊരു പാക്കേജ് നോക്കുമ്പോൾ അവന് ഒരു 12,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുള്ളൂങ്കിൽ, അവൻ ഗുജറാത്ത് ഒരു പാക്കേജ് നോക്കുമ്പോൾ അവന് 8,000 രൂപയ്ക്ക് വിൽക്കാൻ പറ്റുമെങ്കിൽ അവന് പിന്നെ 2,000 രൂപ ലാഭം. അവനിപ്പോൾ കേരളം തന്നെ വിൽക്കണം എന്ന് വല്ലതും ഉണ്ടോ? പക്ഷെ ഇതാരാ മനസ്സിലാക്കണ്ടേ?
നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ടൂറിസത്തിന് ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഒരു മന്ത്രിയുണ്ട്, ചുമതലക്കാരൻ ഒരു മന്ത്രിയുണ്ട്. പക്ഷെ എന്താ സംഭവിക്കുന്നത്? പ്രസ്താവനകൾ മാത്രം സംഭവിച്ചു, പ്രസ്താവനകളും വീഡിയോകളും മാത്രം. വേറെ കാര്യം ചോദിക്കട്ടെ, കേരളത്തിൽ നല്ല നല്ല നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല വണ്ടികളുണ്ടോ? KSRTCയുടെ കാര്യം നമ്മൾ ഇതിനകത്ത് പറയണ്ട. നമുക്ക് നല്ല ടൂറിസ്റ്റ് ബസ് ഉണ്ടോ? ഇതിന്റെ ടാക്സ് എവിടെയാണ് കൊണ്ട് വെച്ചിരിക്കുന്നതെന്നറിയോ? ഒരാഴ്ച നമുക്ക് ഇവിടെ കിട്ടുന്ന വണ്ടിയുടെ പകുതി റേറ്റിന് നമുക്ക് പുറത്ത് വണ്ടി കിട്ടും. അല്ല, ഇത് ടാക്സ് മാത്രമല്ല, പോരാത്തതിന് പോലീസുകാർ തടഞ്ഞു നിർത്തിയിട്ട് വേറെയുണ്ട് പിരിവ്. ഞാനതാ പറഞ്ഞത്. ഇപ്പോൾ ഒരു വണ്ടി 4000 വാഗമണിലൊക്കെ വരുന്ന എല്ലാ വണ്ടി പിടിക്കുന്നു. എല്ലാ വണ്ടി അല്ല, ഞാനിപ്പോൾ ഒരു കാര്യം പറയാം. ടയേഴ്സ് ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, ഒരു ടെമ്പോ ട്രാവലർ ആയിക്കോട്ടെ, ഒരു ഉദാഹരണം നമുക്കൊരു ടെമ്പോ ട്രാവലർ എടുക്കാം. ടെമ്പോ ട്രാവലർ 5000 രൂപയ്ക്ക് പെർ ഡേ ഓടുന്നതെന്ന് ഓർത്തു. അതിൻ്റെ 50% കാശ് ഫ്യൂവലിന് വേണം. ഞങ്ങളുടെയൊക്കെ വണ്ടികൾക്ക് 20% മതി ഫ്യൂവലിന്. ഇവിടെ 50% ഫ്യൂവലിന് വേണം. 5000 രൂപയ്ക്ക് ഓടുന്ന വണ്ടിക്ക് 2500 രൂപ ഡീസൽ വേണം. 1000 രൂപ ഡ്രൈവർക്ക് പോകണം. അത്രയും 3500 ആയി. പിന്നെ അവൻ എത്ര വേണം? 1500 ഉള്ളൂ ഓണർക്ക്. അതിനകത്ത് ടയറും ഈറും എല്ലാം പോയി. ഈ കൂട്ടത്തിൽ ഒരു 1500 ഫൈനോട് അടിച്ചാൽ എന്താ ഈ സ്ഥിതി? പോരാതിന് എവിടെയെങ്കിലും കൊണ്ടേ കുത്തുപോട്ടെ. ഒരു 1000 രൂപയുടെ ഫൈൻ അടിച്ചാൽ ഓടി അന്നത്തെ കാര്യം അവസാനിച്ചു. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഇന്നാൾ പറഞ്ഞ പോലെ ഒരു 5000 രൂപയ്ക്ക് ഒരു ടെമ്പോ ട്രാവലർ ഓടുമ്പം 22 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ, അല്ലെങ്കിൽ ഒരു മറ്റു അർബാനിയാണെങ്കിൽ ഒരു 32 ലക്ഷം രൂപ, 35 ലക്ഷം രൂപയ്ക്ക് ഒരു വണ്ടി മേടിക്കുന്ന അവന് കിട്ടുന്ന 1000 രൂപ, സർക്കാരിന് കിട്ടുന്ന 4000 രൂപ. പിന്നെ ഇവിടെ എങ്ങനെ ഒരു വ്യവസായം രക്ഷപ്പെടും? ഇവിടെ വലിയ ട്രാവൽ സബ്മിറ്റ് ഒക്കെ നടത്തുന്നുണ്ട് സർക്കാരിന്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ട്രാവൽ ഏജൻസികളും ടൂർ ഓപ്പറേറ്റർമാരും സർക്കാരിന് ഈ വിഷയം അവതരിപ്പിക്കാത്തത്? സർക്കാരിന് പിന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ സന്തോഷ് ജോർജ് കുളങ്ങര പ്ലാനിംഗ് ബോർഡിലില്ലേ, പുള്ളി ലോകം മുഴുവൻ പോയിട്ടില്ലേ, ഏതെല്ലാം രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്. പ്ലാനിംഗ് ബോർഡിൽ പുള്ളി ഏതായാലും നമ്മൾ ഇതിനു മുമ്പ് ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇവിടെ ഒന്നും നടക്കാതെ? മന്ത്രി തന്നെ പൊട്ടനായിട്ടാണോ? അതുമല്ല, ഒരുപക്ഷെ ഈ യൂണിയന്റെ ബലം കൊണ്ടും ഈ ബ്യൂറോക്രസി കൊണ്ടും പുള്ളി ചിന്തിക്കുന്നത് പോലും പുള്ളിയെ കൊണ്ട് നടത്താൻ പറ്റുന്നില്ലായിരിക്കും. അവനവൻ്റെ പാർട്ടിയിലെ സഖാക്കളല്ലേ, വെറുപ്പിക്കാൻ പറ്റുമോ? ചിലപ്പോൾ അതുകൊണ്ടാണെങ്കിലോ? അല്ല, അങ്ങനെ ആവാൻ സാധ്യതയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് അതിൽ കൂടുതൽ കുറച്ചും കൂടി ഹാൻസമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ. എന്നിട്ട് എന്തുകൊണ്ടാണ് ചെയ്യാൻ? അവിടെയാണ് വിഷയം. എന്താണ്, എവിടെയാണ് പ്രശ്നം? ഇപ്പം ടൂറിസം നന്നാക്കണമെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നല്ല റോഡുകൾ വരണം. അദ്ദേഹം മാത്രമല്ല PWD മന്ത്രി കൂടിയാണ്. അത് ഇപ്പം ഏതായാലും ഇനി സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ പോലും സെൻട്രൽ ഗവൺമെന്റ് ആണ് 2-3 വർഷം കൊണ്ട് റോഡ് തന്നു. ടോള് മേടിച്ചോട്ടെ, മേടിച്ചോട്ടെ, സൗകര്യങ്ങൾ കൊടുത്താണല്ലോ ടോള് കൊടുക്കുന്നത്. ടോള് മേടിച്ചോട്ടെ. ഒന്നത്. 2, നല്ല വണ്ടികൾ വരണം. പിന്നെ നമ്മൾ ആലോചിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഈ വരുന്ന ടൂറിസ്റ്റുകൾ മുഴുവനൊന്നും കോടീശ്വരന്മാരൊന്നും അല്ല, സാധാരണ ബൈ റോഡ് യാത്ര ചെയ്യുന്നവരുമുണ്ട്. അവർക്ക് കയറാൻ പറ്റിയ എത്ര പബ്ലിക് സെക്ടർ വണ്ടിയുണ്ട് ഇവിടെ? KSRTCയുടെ വണ്ടി കയറ്റി വിടാൻ പറ്റുമോ? അതിനുള്ള പറ്റിയ വണ്ടിയില്ല. അപ്പം ഈ മന്ത്രിമാരെ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഇപ്പോൾ ഒരു ടൂറിസം സെക്ടറിലാണ്, ടൂറിസം സെക്ടറിൽ തന്നെ വളരെ ചുമ്മാ നമ്മൾ ഇതിനുമ്പോൾ പറയുന്നുണ്ട്, പല രാജ്യത്ത് പോയിട്ട് കാര്യമില്ല, അത് കണ്ട് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ പ്രാവശ്യം മൂന്നാർ പോയി. ഇരവികുളം നാഷണൽ പാർക്ക്. ഞാൻ 2 കാര്യം പറയാം രാജേ, ഇവിടുത്തെ ടൂറിസം കീപ്പോട്ട് പോകുന്നതാണ്. 2 ഉദാഹരണം പറയാം. ഇരവികുളം നാഷണൽ പാർക്കിൽ പോയി. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിൽ പോയി അവരോട് ചോദിച്ചു, ഇതെന്നാ വണ്ടിക്ക് എന്നാ ചാർജ് എന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഈ വലിയ വണ്ടി ഓടുന്നില്ല. പിന്നെ നമ്മുടെ ഈ എയർപോർട്ടിലൊക്കെ ഉള്ളൊരു സാധനം ഇല്ലേ, ഈ മറ്റേ ഇലക്ട്രിക്കിൻ്റെ, അപ്പം അത് ആളെത്ര പ്രശ്നമില്ല, 6 പേർക്ക് മാക്സിമം കയറാം 3000 രൂപ. ഞങ്ങൾ 4 പേരേ ഉള്ളൂ. 4 പേര് കയറി 3000 രൂപ. 3000 രൂപ കൊടുത്ത് ഇത് കയറിയപ്പോൾ എന്നാന്നറിയോ ഒരാഴ്ച, ഈ ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ അകത്തുനിന്ന് ഈ പുറത്തോട്ട് ഇത് കൊണ്ടുപോയിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 150 കിലോമീറ്റർ ഓടി വന്ന റോഡുകളുണ്ട്, ഗ്യാപ്പ് റോഡ് വഴി. ഈ റോഡ് പോലെ തന്നെ അതിൻ്റെ ഒരു ബൈ റോഡ്, അങ്ങനത്തെ ഒരു ബൈ റോഡിൽ കൂടെ കൊണ്ടുപോയി നമ്മളെ ഒരു സ്ഥലത്ത് നിർത്തി. അവിടെ നിന്ന് നിർത്തിയിട്ട് നമ്മളൊരു മാടിൻ്റെ മുകളിൽ കൂടെ കയറി അപ്പുറത്ത് കയറിയപ്പോൾ ഒരു 4-5 വരയാടുകൾ വന്നു. ഇത് കാണിച്ചേച്ച് 1 മണിക്കൂർ അവിടുന്ന്. ഇത് എന്ത് ടൂറിസാ? വല്ല സായിപ്പാണ് തെറി വിളിക്കും. ഈ നമ്മൾ നോക്കുന്ന ഒരു ടൂറിസം. അപ്പം എന്നെ സംബന്ധിച്ച് ഞാനൊരു ടൂർ ഓപ്പറേറ്റർ, ഞാൻ കേരളത്തിലൂടെ കൊണ്ടുവരുവാണെങ്കിൽ ഞാനത് പ്രൊമോട്ട് ചെയ്യല. അത് എന്നെ തെറി വിളിക്കും. നമ്മളെ ഒരു എയർപോർട്ടിൽ കൂടെ പോകുന്ന ഒരു സാധനത്തെ കയറ്റി ഒരു 30 മിനിറ്റ്, ഒരു 20 മിനിറ്റ് അങ്ങോട്ടൊരു തേയിലത്തോട്ടത്തിനകത്തൂടെ, ഒരു ഇരവികുളം നാഷണൽ പാർക്ക് എന്നൊക്കെ പറഞ്ഞ് വലിയ ഭയങ്കര പേരും, ഒരു തേയിലത്തോട്ടത്തിൽ കൂടെ എങ്ങാണ്ട് കൊണ്ട് നിർത്തി ഒരു സ്ഥലം കാണിച്ച് അവിടുന്ന് ഒരു 20 മിനിറ്റ്, ഒരു 20-25 മിനിറ്റ് അവിടെ നമ്മൾ സ്റ്റേ ചെയ്താൽ അവിടുന്ന് കൊടുത്തേക്കാറ് ഒന്നും ഒരു സാധനവും കാണാനില്ല. അവിടെ നമ്മളെ ഇതിലേ കൂടെ തന്നെ ഒരു 10 മിനിറ്റ് തിരിച്ച് അതിൻ്റെ ആ കയറിയെടുത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനത്തെ ടൂറിസം എന്ത് ടൂറിസം? ഒരിക്കൽ ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇപ്രാവശ്യം കയറി പ്രാവശ്യം ഒരു പോവല്ലേന്ന് ഞാൻ പറയല്ലേ. അടുത്തത് പറയാം.
നെയ്യാർ ഡാമിൽ പോയി, 2-3 ഞാൻ പറയും. നെയ്യാർ ഡാമിൽ പോയി ഞാൻ റേറ്റ് ഓർക്കുന്നില്ല, ഒരാൾക്ക് 650 രൂപ ഏതാണ്ടായി. ഏതായാലും എൻ്റെ പേരെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോക്കഡൈൽ പാർക്കും കാണിക്കാനാണ്. ലയൺ സിംഹത്തിനെയും കാണിക്കും, ക്രോക്കഡൈൽ പാർക്ക് ഇപ്പോഴല്ല കേട്ടോ, 2 വർഷമായി. ഞങ്ങൾ ഇവിടുന്ന് അവിടെ പോയി. അതിനകത്ത് ആ യാത്ര, ആ ഡാമിൽ കൂടെയുള്ള നമ്മളെ കൊണ്ട് പോകുന്ന അത് നല്ല വാർത്ത, നല്ല രസം. അത് മാത്രം മാർക്കറ്റ് ചെയ്താൽ മതി. ഈ സിംഹത്തിനും എൻ്റെ പൊന്ന് രാജശേഖര അവിടെ കൊണ്ട് വണ്ടി നിർത്തി, ഒരു തുരുമ്പ് പിടിച്ചെന്ന് പറഞ്ഞ ഒരു വെളുത്ത വണ്ടി, തുരുമ്പ് പിടിച്ചെന്ന് പറഞ്ഞാൽ കാലെടുത്ത് വെക്കാൻ പറ്റില്ലാത്തൊരു വണ്ടി. ആ സാധനത്തെ ഞങ്ങൾ കയറ്റി. ഇത് വലിയ സൈഡെല്ലാം മറച്ചിട്ടുണ്ട്. ഞാനോർത്ത് ഏറ്റ് നിൽക്കാൻ പറ്റാത്ത 2 സിംഹം, അത് ഒരിടത്ത് കിടക്കുക. അതിൻ്റെ അതിലൂടെ ഒരു 5 മിനിറ്റ് കൊണ്ടുവന്ന് താഴെ ഇറക്കി വിട്ട്. ക്രോക്കഡൈൽ പാർക്ക്, അതിനകത്ത് ക്രോക്കഡൈലും ഇല്ല. ഇങ്ങനെ ടൂറിസം നടത്തി ആർക്കാടർക്ക് വേണ്ടി ടോക്കാനിച്ചിട്ട് വല്ലോ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അടുത്തത് പറയാം, ആനയിറങ്ങൽ ഡാമിൽ കഴിഞ്ഞ പ്രാവശ്യം മറ്റേത് ഈ നെയ്യാറിപ്പോയി അതിൻ്റെ മുമ്പ് ആനയിറങ്ങൽ ഡാമിൽ പോയി. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾക്ക് ഈ കൊട്ടവഞ്ചിയെ കയറണം. അവർ പറഞ്ഞു ചേട്ടനെ കയറാൻ പറ്റിയില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചോദിച്ചെന്നാൽ ബോട്ടേ കയറാൻ പറ്റുമോ? അതുകൊണ്ട് ഇത്ര പേരുണ്ടല്ലേ പോവുള്ളൂ. അപ്പം ഞങ്ങൾ 2 പേരുണ്ട്. ഞങ്ങൾ എന്നിട്ട് അത് പോയി. പലരും വന്ന് ചോദിക്കുന്നുണ്ട്, ഈ എല്ലാവരോടും പറയും ഇത്ര പേര് വന്നാലേ കയറാൻ പറ്റുള്ളൂ. ഇത് കോർഡിനേറ്റ് ചെയ്യുന്നില്ല ഇവര്. ഞാൻ അവരോട് ചോദിച്ചു, തനിക്കൊക്കെ എന്നാത്തിൻ്റെ കുഴപ്പം, തന്നെയൊക്കെ ഇവിടെ പിടിച്ചിരുത്തിരിക്കുന്ന ആരാ? തൻ്റെ ഉത്തരവാദിത്തം തന്നെ ഇവിടെ വരുന്ന ബോട്ടിങ് ചെയ്യാന്നുള്ളതല്ലേ. ഇപ്പോൾ 2 പേര് ഞങ്ങൾ വന്നു, ചേട്ടാ ആ നമ്പർ ഇങ്ങോട്ട് തന്നേ, വേറെ ആളേരും വരുവാണെങ്കിൽ ഇപ്പം ഞാൻ ചേട്ടനെ വിളിക്കാം എന്നും പറഞ്ഞ് ആ നമ്പർ എഴുതി വെക്കുന്നു. അടുത്ത ആൾ വരുമാനം ഒരു 6 പേരല്ലേ 8 പേര്, അതിൻ്റെ ആളാകുമ്പോൾ എല്ലാവരും കൊണ്ട് വിളിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഇവരെ ബോട്ട് വിടണ്ടേ. ഇതിപ്പോൾ എന്നാ ഒരു നമ്പർ ഹോൾഡർ വന്നാൽ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൽ വേറൊരു വലിയ വിഷയം കൂടി ഉള്ളത്, ഇപ്പം നമുക്കറിയാം തേക്കടിയിൽ ബോട്ടപകടം ഉണ്ടായതാണ്. കയറ്റാൻ പറ്റുന്നതിന്റെ 3 ഇരട്ടി ആളുകളെ കയറ്റി. ഈ ഇവിടെയും സംഭവിച്ചു, അന്ന് മലപ്പുറം പൊന്നാനിൽ സംഭവിച്ചെന്താണ്, അത് ഈ ടൂറിസം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്ത 3 ഇരട്ടി ആളുകളെ കയറ്റി. നിൽക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ ആളുകളെ കയറ്റുന്നു. അപ്പൊ ഇതിനൊന്നും ഒരു അപകടം സംഭവിക്കുന്ന സമയത്ത് കുറച്ച് ദിവസം ചില അതിന് ഭയങ്കര നിയമങ്ങൾ ഉണ്ടാവും, കർശനമാക്കി എന്ന് പറയും. അത് കഴിഞ്ഞ് തീർന്നു, അവസാനിച്ചു. ഇപ്പൊ ഒരു ബസ് കൊണ്ടുപോയി ഇടിച്ച് കുറച്ച് കുട്ടികൾ മരിച്ചപ്പോ എന്തായി, ബസ്സിന്റെ കളറാണ് പ്രശ്നം എന്നിട്ട് എല്ലാവരും വെള്ള പെയിന്റ് അടിച്ചു. ഇത്തരത്തിലുള്ള നിയമങ്ങളും നമ്മൾ പലതവണ സംസാരിച്ചുകൊണ്ടാണ് പറയാതിരിക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ ഇപ്പൊ നമുക്കിപ്പോ സമപ്പ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു ചോദ്യം, കേരളത്തിലെ ടൂറിസം രംഗം ഏതെങ്കിലും രീതിയിൽ പച്ച പിടിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ള. ഞാൻ നമ്മുടെ പഴയ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, കേരളം പോലെ ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ പറ്റിയ ഒരു നാട്, ഞാൻ ഈ 10-37 രാജ്യത്തൂടെ പോയിട്ടുണ്ടെങ്കിലും എല്ലാം ഒന്നിനൊന്നിനും മെച്ചാണെങ്കിൽ പോലും അതിനോട് കെട്ടപിടിക്കുന്ന സൗകര്യങ്ങൾ നമുക്കുണ്ട്. പക്ഷേ നമ്മളത് കണ്ടെത്തുന്നുമില്ല, നമ്മളത് മാർക്കറ്റ് ചെയ്യുന്നുമില്ല. അത് മാർക്കറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അടച്ചടച്ച് കൊണ്ടുവരിക. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ചാലക്കുടിയിൽ നിന്ന് ഒരു വാൽപ്പാറയ്ക്കോ അല്ലെങ്കിൽ അതിനിപ്പുറത്തുള്ളൊരു സ്ഥലമുണ്ട്, ഇങ്ങോട്ടൊക്കെ നമുക്ക് ടൂർ ചെയ്യാൻ പറ്റും. അങ്ങോട്ട് പോകുന്ന KSRTC ബസ് കണ്ടിട്ടുണ്ടോ? ഏറ്റവും മോശം ബസ്സാണ്, ഏറ്റവും മോശം വണ്ടികളാണ് അതിലെ പോകുന്നത്. 2 ഗവിയിലോട്ടൊരു നല്ല വണ്ടി പോയി കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരു ബസ് അങ്ങോട്ട് പോകുന്നു, ഒരു ബസ് തിരിച്ചു. ഒരു ബസ്. ഇതല്ലാതെ നമുക്കിത് നമ്മുടെ ഏറ്റവും നല്ല സ്ഥലങ്ങളല്ലേ, നമ്മുടെ ഡാമുകൾ, ഇത് മുഴുവൻ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ കീഴിൽ ഇരിക്കുക. അതിനകത്ത് നമുക്കൊരു കൊട്ടവഞ്ചി ഇറക്കാൻ പറ്റുമോ? നമുക്കൊരു ബോട്ട് ഇറക്കാൻ പറ്റുമോ? ഫോട്ടോ എടുക്കാൻ. പിന്നെ ഇത് എങ്ങനെ നന്നാവുന്നേ? അതായത് ഗവിക്കാടുകളിൽ തന്നെ 8 ഡാമുകളുണ്ട്. ഈ 8 ഡാമുകളുടെയും ഫോട്ടോ എടുക്കാൻ പറ്റില്ല, പ്രൊഹിബിറ്റഡ് ഏരിയ. ഞാൻ ചോദിക്കട്ടെ, ഈ ഏറ്റവും കൂടുതൽ ആക്രമണം നടക്കുന്ന പാരീസ് വരെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും. ഇതെല്ലാം നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതൊന്നും നാച്ചുറലായിട്ട് വേറെ ഒരു രാജ്യത്തിനും ഇല്ല രാജേഷേ. ഇപ്പം നമ്മൾ സ്വിറ്റ്സർലൻഡിൽ പോയാൽ കാണുന്ന ലാൻഡ്സ്കേപ്പുകൾ ഏതാണ്ട് ഒരുപോലെയാണ്. ഈ സ്വിറ്റ്സർലൻഡിൽ ഇങ്ങേറ്റം പോലെ അങ്ങേറ്റം വരെയുള്ള ലാൻഡ്സ്കേപ്പുകൾ ഒരേ മൗണ്ടൻ തന്നെ. ഇപ്പം മൗണ്ട് ഇറ്റ്ലിസ്, ജുങ്ഫ്രോ, മൗണ്ട് പിലാത്തോസ് എന്ന് പറഞ്ഞ് പല സ്ഥലത്തായിട്ട് ഒരുപാട് 100 ശതമാനം കേബിൾ കാറുകൾ കൊടുത്ത് പല സ്ഥലങ്ങളിലോട്ട് അവർ കയറ്റി വിടുന്നു. എന്തുകൊണ്ട്? അവരുടെ മിടുക്ക. അപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് എന്ത് വൈവിധ്യമുണ്ട്. യൂറോപ്യൻസിന് ഏറ്റവും കൂടുതൽ ആവശ്യം എന്ന് പറയുന്നത് കടല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒരു 4 ദിവസമെങ്കിലും വെയിലത്ത് സൺബാത്ത് ചെയ്യണം. അപ്പം നമ്മുടെ വെയിലിന് നല്ല ചൂടുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ കടലുമുണ്ട്. നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? അത് മാർക്കറ്റ് ചെയ്യണേ കടൽ ഇങ്ങനെ വെച്ച് പിടിച്ചിട്ട് കാര്യമില്ല. കടലിൻ്റെ സൈഡിലുള്ള ഹോട്ടലുകാർക്ക് ഇത്ര ഏരിയ അവർക്ക് കൊടുക്കണം. അത് ബ്ലോക്ക് ചെയ്യണം 2 സൈഡിൽ. എന്നാലേ ഇവിടെ സായിപ്പിനും മദാമയ്ക്കും വന്ന് സൺബാത്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അത് ചെയ്യാം. നമ്മളെ കൊണ്ട് അത് പറ്റുന്നുണ്ടോ? നമുക്ക് കായലിൽ എന്തുമാത്രം ഇപ്പം കുറേ സർക്കാർ ബോട്ടുകൾ വരുന്നുണ്ട്. ഈ പുത്തൻ ബോട്ട് ഇറങ്ങി 6 മാസം 1 വർഷം ഇത് ഭംഗിയായിട്ട് പോകും. പിന്നെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുമോ? പിന്നെ അതോടെ തീർന്നു. ഇതെല്ലാം പ്രൈവറ്റ് സെക്ടറിൽ കൊടുക്കണം. ടാക്സ് മേടിച്ചോട്ടെ, അഫോർഡബിൾ ആയിട്ടുള്ള ടാക്സ് മേടിച്ചോട്ടെ. ഇതൊക്കെ പ്രൈവറ്റ് സെക്ടർ അത് കുടിക്കുകയില്ല.
പിന്നെ എങ്ങനെ ഇവിടുത്തെ ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. നല്ല സ്കോപ്പ് നമുക്കുണ്ട്. ആലപ്പുഴയും വയനാടും വാഗമണ്ണും മൂന്നാറും ഒക്കെ നമുക്ക് സ്കോപ്പുണ്ട്. പക്ഷേ അടിമുടി നമ്മുടെ നിയമങ്ങളും നമ്മുടെ ടൂറിസത്തോടുള്ള നമ്മുടെ അപ്രോച്ചും അടിമുടി മാറിയാൽ നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റും. ഇഷ്ടം പോലെ ആളിനെ കൊണ്ടുവരാൻ പറ്റും. ഇപ്പം ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ബെർലിൻ ടൂർ എക്സിബിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം ഞാൻ ചെന്നാൽ പിറ്റേ ദിവസം പ്രാഗിലുണ്ട്, പല സ്ഥലത്തുമുണ്ട്. ഇപ്പം സ്റ്റേറ്റ് ഗവൺമെൻറ് അവിടെ പോയി കോടിക്കണക്കിന് കാശ് മുടക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പരസ്യം വന്നാൽ പിന്നെ ജനം ഇങ്ങോട്ട് അവസാനിച്ചില്ലേ? ഇവിടെ വരുന്ന ഒരു സായിപ്പോ മദാമയോ ഒരു നെഗറ്റീവ് റിവ്യൂ ഇട്ടാൽ തീർന്നില്ലേ? അപ്പോൾ ഈ പോയി മുടക്കുന്ന കാശ് മുഴുവൻ അവിടെ നഷ്ടപ്പെട്ടു പോകും. ഇത് ഞങ്ങളുടെയൊക്കെ ടൂറിസം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വരുന്ന ഒരു ക്ലയൻറ്റിനെ ഞങ്ങൾ ഇപ്പം രാജേഷ് എൻ്റെ ക്ലയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു 10-15 ദിവസം നമ്മളുണ്ട്, നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ട്, വണ്ടിയിലൊക്കെ പോകുന്നുണ്ട്. നമ്മളവരെ കാണുന്നത് നമ്മളവരുമായിട്ട് അങ്ങ് ഒരു 10 ദിവസം ഒന്നിച്ചങ്ങ് താമസിക്കുക, ഫാമിലി അറ്റ്മോസ്ഫിയർ. പിന്നെയുള്ളൊരു പ്രശ്നം വെച്ചാൽ പിന്നെ അവർ നമ്മുടെ ഫാമിലി ഫ്രണ്ട് ആവുക. ഇക്കൊല്ലം വരുന്ന ആൾ അടുത്ത കൊല്ലം വരും, പിന്നെ അടുത്ത കൊല്ലവും വരും. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മുടെ കൂട്ടത്തിൽ വരുമ്പോൾ നമ്മളോടുള്ള വിശ്വാസവും. അപ്പോൾ അവർ നമ്മളോട് ചോദിക്കുന്നത്, ജോഷി ഒരു ടൂർ വരുവാണ് നമ്മളോട് ആദ്യം ചോദിക്കുന്നത് ജർമ്മനി, ഫ്രാൻസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ഇത്ര ആൾക്കാർക്ക് അറിയത്തുള്ളൂ. അപ്പം നമ്മൾ പറയുന്നത് ഇന്ന പോലെയൊക്കെ പോവാം, ഇന്ന സ്ഥലങ്ങളുണ്ട്. അപ്പോൾ പിള്ളേരെല്ലാം കൂടെ ഗൂഗിളിൽ കയറി നോക്കും. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞ ആ സ്ഥലം ഇപ്പോൾ പൊസോജന കേവ് അടിപൊളിയാണല്ലോ, അപ്പം ബുഡാപെസ്റ്റ് അടിപൊളി. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, ഇപ്പം നമുക്ക് ക്രൊയേഷ്യയിലൊരു പാർക്കുണ്ട് പിൽവിക്ക് എന്ന് പറഞ്ഞു. അയ്യോ ചേട്ടാ ഇത് അസാധ്യമാണ്, നമുക്ക് പോകാൻ പറ്റുമോ? അപ്പം നമ്മളിത് പറയുമ്പം അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ആ ഇഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർ അടുത്ത ട്രിപ്പിന് അവർ നമ്മളോട് പറയും, നമ്മൾ പോകാത്ത സ്ഥലത്തൂടെ ചേട്ടാ ഒരു ട്രിപ്പ് കിട്ടുള്ള പറയും. എന്നാണെന്നറിയോ? അവർക്ക് വിശ്വാസമായി. അങ്ങനെ നമ്മുടെ പുറത്തുനിന്ന് വരുന്ന വിദേശിയാണേലും നമ്മുടെ കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന സ്വദേശിയാണേലും അവർക്ക് ഈ രാജ്യത്ത് ഇവിടെ വന്ന് അവർക്ക് അത്ര ഇഷ്ടപ്പെട്ട് ഹാപ്പിയായിട്ട് അവർ തിരിച്ചു പോയാൽ അവർ അടുത്ത ആളിനോട് പറയുകയോ ആ ആൾ വരികയോ ചെയ്യുള്ളൂ.